ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്തായിരുന്നു എന്ന് നോക്കിയിരുന്നു. ഒന്നും കൂടെ നോക്കുക. എന്താണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 1നും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്ന് പറയാം. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിരുന്നു എന്തായിരുന്നു സെഡ്. കാൽക്കുലേഷന് നമ്മൾ സെഡ് സ്കോർ എന്നാണ് പറയുക. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിൻ്റെ കാൽക്കുലേഷനെ സെഡ് സ്കോർ എന്നാണ് പറയുക. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ആയിരുന്നു ഇക്വേഷന്. മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇത് നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂസ് കാണിക്കുന്ന ടേബിളാണ് ഇത്. അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെഡിൻ്റെ അണ്ടറിൽ ഒരുപാട് വാല്യൂസ് കാണാനുണ്ട്. സെറ്റിൻ്റെ താഴെ നോക്കുമ്പോൾ 0.0, 0.1, 0.2 ഇങ്ങനെ ഒരുപാട് വാല്യൂസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും 0, 0.01, 0.02 എന്ന് പറഞ്ഞ് 0.09 വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും അണ്ടറിൽ ഒരുപാട് വാല്യൂസും എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ്, ഈ കർവ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു കർവ് ഉണ്ടായിരുന്നത്? ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ബേസ് വരയ്ക്കും. എന്നിട്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ കർവ് വരച്ചിരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒരേപോലെയാണ് കർവിൻ്റെ ഷേപ്പ് വരിക. ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ് മീൻ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഈ ഒരു ടേബിളിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് എക്സാമിനും ഈ ഒരു ടേബിൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകണം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിളിൻ്റെ ആവശ്യം വരും. അപ്പോൾ ലോഗരിതം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ വാങ്ങാൻ കിട്ടും. ലോഗരിതം ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 പേജുള്ള ഒരു ചെറിയൊരു ബുക്കാണ്. അത് ബുക്ക് സ്റ്റാളിൽ ഉണ്ടാവും. ആ ബുക്ക് നിങ്ങൾ വാങ്ങിക്കണം. ആ ലോഗരിതം ടേബിളിൽ ലാസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ സ്റ്റാൻഡേർഡ് നോർമൽ കർവും വാല്യൂസും കാണുന്ന ഒരു ടേബിൾ ഉണ്ടാവും. ഈ ടേബിൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ലോഗരിതം ടേബിൾ വാങ്ങിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. അതിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് വാല്യൂസാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുക, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. P of 0 less than Z less than 1.17. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ സെഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ പറഞ്ഞിരുന്നു. സെഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായിരുന്നു? എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ വെച്ചിട്ടാണ് നമ്മൾ സെഡ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇനി ഈ സെഡിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോബബിലിറ്റി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. P of 0 ലെസ് ദാൻ Z ലെസ് ദാൻ 1.17. ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇങ്ങനെയൊരു ക്വസ്റ്റ്യന് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റിൻ്റെ കാൽക്കുലേഷനെ സെഡ് സ്കോർ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനൊരു സെഡ് ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ എന്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0നും 1.17നും ഇടയിലാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇത് ലെസ് ദാനിൻ്റെ സിമ്പലാണ്. അതായത് 0 ഏറ്റവും ചെറുത്, അതിനേക്കാൾ വലുതാണ് സെഡ്, അതിനേക്കാൾ വലുതാണ് 1.17. ഈ കൂർത്തിരിക്കുന്ന ഭാഗത്ത് എഴുതിയതാണ് ചെറുത്, ഈ വാ തുറന്നിരിക്കുന്ന ഭാഗത്ത് എഴുതിയതാണ് എന്ത്? വലുത് എന്ന് പറയുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.17. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1.17നും ഇടയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ
നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെഡ് സ്കോർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കുക. ഞാനൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരച്ചു. ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് അല്ലെങ്കിൽ ഇതാ സെൻറ്റർ, ഈ സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഒരു വര വരയ്ക്കുക. ഇതെപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്ത്, ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൻ്റെ ഈ ഒരു പാർട്ട് മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. അതായത് ഈ ഒരു ഭാഗം മൊത്തമുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഏരിയയുടെ മൊത്തം വാല്യൂ എന്ന് പറയുന്നതും 0.5 ആണ് എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. അതെന്താണ്? 0 ആണ്. ഇനി 1.17 സെഡിൻ്റെ വാല്യൂ 0ക്കും 1.17നും ഇടയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് 0 എന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്കറിയാം. 0യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇങ്ങോട്ട് വരുന്ന വാല്യൂസ് ആയിരിക്കും പോസിറ്റീവ് വാല്യൂസ്. 0 കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് വരുന്നതായിരിക്കും പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ ഇവിടെയാണ് 0 എന്നുണ്ടെങ്കിൽ ഒരു 1.17 ഒക്കെ 0 കഴിഞ്ഞാൽ 1 2 3 4 5 അങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ 1.17 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് 1.17 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിരിക്കും 1.17 വരിക. അപ്പം നമ്മൾ അവിടെ ഒരു ഡോട്ട് ഇട്ടു. എന്നിട്ട് ഈ കർവിലേക്ക് 1.17 ചേർത്ത് വരയ്ക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെഡിൻ്റെ വാല്യൂ 0ക്കും 1.17നും ഇടയിലാണ്. അതായത് ഈ ഒരു പാർട്ട്, ഈ ഒരു ഏരിയ എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെഡിൻ്റെ വാല്യൂ 0ക്കും 1. ഈ 0 തൊട്ട് 1.17 ഇവിടെ വരെ ഇതിൻ്റെ ഇടയ്ക്കാണ് എന്തുള്ളത്? സെഡ് ഉള്ളത്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 0ക്കും 1.17നും ഇടയിലാണെന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ ടേബിളിൻ്റെ ആവശ്യം വരുന്നത്. 1.17 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ടേബിളിൽ 1.17ൻ്റെ വാല്യൂ ഏതാണ് എന്നുള്ളത് നോക്കണം. 1.17 ഇതൊന്ന് ശ്രദ്ധിക്കുക. 1.17 ആണ് പറഞ്ഞേക്കുന്നത്. 1.17 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1.17 ആദ്യത്തെ 2 അക്കങ്ങൾ നിങ്ങൾ ഈ സെഡിന് താഴെയുള്ളതിൽ നിന്ന് എടുക്കണം. 1.17 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 അക്കങ്ങൾ ഏതാണ്? 1.1 ആണ്. അപ്പോൾ ആ 1.1 നിങ്ങൾ ഈ സെഡിന് താഴെയുള്ള വാല്യൂസിൽ നിന്ന് എടുക്കണം. ഈ സെഡിന് താഴെയുള്ള വാല്യൂസിൽ 1.1 എവിടെയാണ്? ഇവിടെയാണ് 1.1 എന്ന് പറയുന്നത്. 1.1 ഇതാ ഇവിടെയാണ്. ഇനി അടുത്ത വാല്യൂ, ലാസ്റ്റിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ മുകളിലുള്ളതിൽ നിന്ന് എടുക്കണം. 1.1 എടുക്കേണ്ടത് സെഡിന് താഴെയുള്ള ഇതിൽ നിന്നും, 7 എടുക്കേണ്ടത് മുകളിൽ നിന്നുമാണ്. ഇവിടെ നോക്കിയാൽ കാണാം 7 0.07 നിങ്ങൾ മുകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ നിന്നാണ് എന്തെടുക്കേണ്ടത്? 7 എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഈ 1.17ൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ 1.1 ഇവിടെയാണ്, 0.07 ഇവിടെയാണ്. അപ്പോൾ ഈ 1.1ൽ നിന്ന് നേരെ നോക്കി വരിക. നേരെ നോക്കി വരുമ്പോൾ 7ൻ്റെ താഴെ എത്രയാണ് വാല്യൂ കിടക്കുന്നത്? 1.1ന് നേരെ 0.07ൻ്റെ താഴെ കിടക്കുന്ന വാല്യൂ ആണ് 0.3790. എങ്ങനെയാണ് നോക്കേണ്ടത്? ആദ്യത്തെ 2 അക്കങ്ങൾ സെഡിൻ്റെ താഴെ നോക്കുക. 1.1 എന്ന് നമുക്ക് കിട്ടി. ലാസ്റ്റത്തെ 7 നമ്മൾ എടുക്കേണ്ടത് മുകളിൽ നിന്നാണ് നോക്കേണ്ടത്. അപ്പം മുകളിൽ നോക്കുമ്പോൾ 7 ഇവിടെയാണ്. എന്നിട്ട് 1.1ന് നേരെ 7ൻ്റെ താഴെയുള്ള വാല്യൂ നോക്കുമ്പോൾ 0.3790 എന്ന് കിട്ടും. എത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ? 0.3790. ഇതാണ് നമുക്ക് കിട്ടുന്ന
വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സെഡ് വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 0 തൊട്ട് 1.17 വരെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.3790 ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സെഡ് 0ക്കും 1.17നും ഇടയിലാണെന്ന് നമ്മൾ കണ്ടു. 1.17 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ ഇടയിലാണ് സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1.17 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് വാല്യൂ കണ്ടുപിടിച്ചു. അതാണ് 0.3790 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1.8. പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1.8 ആണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് ഇവിടെ എന്താണ്? 1.8നേക്കാൾ കൂടുതലാണ് സെഡ്. വാ തുറന്നിരിക്കുന്ന ഭാഗത്ത് എഴുതിയേക്കുന്നതാണ് വലുത്, ഈ കൂർപ്പുള്ള ഭാഗത്ത് എഴുതിയതാണ് ചെറുത്. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്നത് 1.8നേക്കാൾ വലുതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് സെഡ് 1.8നേക്കാൾ വലുതാണെന്ന് മനസ്സിലായി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കുക. മാക്സിമം പോയിന്റിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. ഇതിന് 0 എന്ന് കൊടുക്കുക. ഇനി 1.8 ഇവിടെയാണ് 0. 1.8 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ 1.8 ഏകദേശം ഒരു ഇവിടെയാവും വരിക എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഏകദേശം ഇവിടെയാവും വരിക 1.8. എന്നിട്ട് നമ്മൾ 1.8ൽ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ ഇവിടെ 0, ഇവിടെ 1.8. നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താണ്? സെഡ് 1.8നേക്കാൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0 കഴിഞ്ഞ് 1.8 ഇവിടെയാണ് വരിക. ഇങ്ങോട്ട് പോകുമ്പോൾ 2 3 4 5 6 അങ്ങനെ പോകും. അപ്പോൾ നമ്മളോട് പറഞ്ഞത് 1.8നേക്കാൾ കൂടുതലാണ് സെഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ദാ ഇവിടെയാണ് സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സെഡിൻ്റെ ഏരിയ 1.8നേക്കാൾ കൂടുതലാണ്. അപ്പോൾ 1.8 എന്ന് പറയുമ്പോൾ സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദാ ഈ ഭാഗത്താണ് വരിക. അപ്പോൾ ഈ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പം നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമുക്ക് ഇവിടെ 1.8ൻ്റെ വാല്യൂ എത്രയാണെന്ന് ഈ ടേബിളിൽ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇതിലത് പറ്റില്ല. കാരണം എന്താണ്? 1.8നേക്കാൾ കൂടുതലാണ് സെഡ് എന്ന് പറയുമ്പോൾ ഈ 0 തൊട്ട് 1.8 വരെയുള്ള വാല്യൂ ആണ് നമുക്ക് ഈ ടേബിളിൽ നോക്കിയാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. 0 തൊട്ട് 1.8 വരെയുള്ളതാ ഈ ഏരിയയാണ് നമ്മൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ 1.8നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഓർക്കണം. അതായത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൽ ഈ ഒരു ഭാഗം മൊത്തം എത്രയാണ് വാല്യൂ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഏരിയ മൊത്തത്തിൽ വരുന്നത് എത്രയാണ്? 0.5 ആണ്. 0.5 ആണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന വാല്യൂ. ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം 0.5 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? 1.8നേക്കാൾ കൂടുതലാണ് സെഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മൊത്തം ഈ ഒരു ഭാഗം മൊത്തം 0.5 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഭാഗം എത്രയാണെന്ന് അറിഞ്ഞാൽ അത് ഈ 0.5ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. ഒന്നും കൂടെ പറയാം. ഈ 0ക്ക് ശേഷം നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു കർവിൻ്റെ ഇത്രയും ഭാഗത്തെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ നമുക്ക് ടേബിൾ നോക്കിയാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടം തൊട്ട് ഇവിടം വരെ എന്ന് പറയുന്നത് 1.8 ആണ്. ഈ 1.8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഈ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഏരിയ എത്ര
എത്രയാണ് എന്നുള്ളത് കിട്ടും. അത് ടോട്ടലായിട്ടുള്ള 0.5 നിന്ന് കുറച്ചാൽ ഇത്രയും ഭാഗത്തെ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 0.5 ആണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 1.8 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കുറയ്ക്കണം. 1.8 നിങ്ങൾ നോക്കുക, 1.8 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.8 എന്ന് പറഞ്ഞാൽ 1.80 എന്നാണ്. ഇവിടെ നമുക്ക് എത്ര 0 വേണേലും ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 1.80 എന്നാണ്. അപ്പോൾ ഇനി ടേബിളിൽ നമ്മൾ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യണം. വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആദ്യത്തെ 2 വാല്യൂ സെഡിന് താഴെയാണ് നോക്കേണ്ടത്. ആദ്യത്തെ 2 വാല്യൂ എന്ന് പറയുന്നത് 1.8 ആണ്. ഇവിടെ നോക്കുക, ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെയാണ് 1.8 വരുന്നത്. പിന്നെ ലാസ്റ്റത്തെ വാല്യൂ നോക്കേണ്ടത് മുകളിലാണ് എന്ന് പറഞ്ഞു. 1.8 ശേഷം വരുന്നത് 0 ആണ്. ഇവിടെ 0ക്ക് താഴെ നേരെ നോക്കിക്കഴിഞ്ഞാൽ 1.8 നേരെയുള്ള വാല്യൂ എത്രയാണ്? 0.4641 ആണ്. 1.8 നേരെ 0ൻ്റെ താഴെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.4641 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത്രയും ഭാഗം ഒരു മിനിറ്റ്, നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരച്ചു. എഴുന്ന് വരയ്ക്കുമ്പോൾ ഇത് 0 ആണ്. 1.8 നമ്മൾ അടയാളപ്പെടുത്തി. 1.8 കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്താണ് നമ്മുടെ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 0.5 ആണെന്ന് തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. നമ്മളോട് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് ഈ 0 തൊട്ട് 1.8 വരെയുള്ള ഈ ഭാഗം എന്ന് പറയുന്നത്, ഈ ഏരിയ എന്ന് പറയുന്നത് 0.4641 ആണ്. അപ്പോൾ 0.5 മൈനസ് 0.4641, 0.5 നിന്ന് 0.4641 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0359 ആയിരിക്കും. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സെഡിൻ്റെ ഈ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.0359 ആണ്. ഇത് മൊത്തത്തിൽ എത്രയായിരുന്നു? അത് മൊത്തത്തിലുള്ളത് 0.5 ആണ്. അത് നമുക്കറിയാം. എന്നിട്ട് ഈ ഭാഗം മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടം തൊട്ട് അവിടം വരെയുള്ള ഏരിയ അറിയാൻ നമ്മൾ ടേബിളിൽ നോക്കിയാൽ മതി. അപ്പോൾ 1.8 പറഞ്ഞാൽ 1.80 ആണ്. അപ്പോൾ സെഡിന് താഴെ നമ്മൾ 1.8 നോക്കും. എന്നിട്ട് 0ക്ക് താഴെയുള്ള കറസ്പോണ്ടിങ് വാല്യൂ നോക്കുമ്പോൾ 0.4641 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് P of 1.52 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 2.01. അതായത് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.52നും 2.01നും ഇടയിലാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവിൽ മാക്സിമത്തിൽ നിന്ന് താഴോട്ടൊരു വര വരയ്ക്കുക. അത് 0 ആണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 1.52നും 2.01നും ഇടയിലാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1.52 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും 1.52 വരിക. 2.01 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും 2.01 വരിക. അപ്പോൾ 1.52ും 2.01 നമ്മൾ അടയാളപ്പെടുത്തി. സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.52നും 2.01നും ഇടയിലാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0 തൊട്ട് 1.52 വരെയുള്ള ഏരിയ ടേബിളിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 0 തൊട്ട് 2.01 വരെയുള്ള ഏരിയയും നമുക്ക്
ഈ ഒരു ടേബിളിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയയെ നിങ്ങൾക്ക് കിട്ടും, ഇവിടം തൊട്ട് ഈ 2.01 വരെയുള്ള ഏരിയയെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് ഈ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2.01 നേരെയുള്ള ടേബിൾ വാല്യൂവിൽ നിന്ന് 1.52 നേരെ കിട്ടുന്ന ടേബിൾ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗത്തെ ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 1.52 നേരെയുള്ള ടേബിൾ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 1.52 നേരെയുള്ള ടേബിൾ വാല്യൂ, ആദ്യത്തെ രണ്ടക്കങ്ങൾ നമ്മൾ സെഡിന് താഴെ നോക്കണം. സെഡിന് താഴെ 1.52 അല്ലേ, 1.52. അപ്പോൾ സെഡിന് താഴെ ആദ്യം നമ്മൾ നോക്കേണ്ടത് 1.5. ഇതാ ഇവിടെയാണ് 1.5. 1.5 നേരെ നമ്മൾ നോക്കേണ്ടത് 2ആണ്. 1.52 എന്നാണ് പറയുന്നത്. 2 ഇതാ ഇവിടെയാണ്. അപ്പോൾ ഈ 2ൻ്റെ താഴെ 1.5 നേരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0.4357 ആണ്. 1.52ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.4357 ആണ്. അടുത്തത് നമുക്ക് 2.01 നേരെയുള്ള വാല്യൂ കിട്ടണം. 2.01 നേരെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 2.0 സെഡിന് താഴെ നോക്കുക. സെഡിന് താഴെ 2.0 ദാ ഇവിടെയാണ്. 2.01 ആണ്. അപ്പോൾ 1 നമ്മൾ നോക്കേണ്ടത് ദാ മുകളിൽ നിന്ന്, മുകളിൽ ഇതാ ഇവിടെയാണ് 1 ഉള്ളത്. അപ്പോൾ 2.0 നേരെ ഈ 1ൻ്റെ താഴെ നോക്കുമ്പോൾ 0.4778 എന്ന് കിട്ടും. 0.4778 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1.52 വരെയുള്ള ഏരിയ 0.4357 ആണെന്ന് കിട്ടി. 0 തൊട്ട് 2.01 വരെയുള്ളതാ ഈ ഏരിയ 0.4778 ആണെന്ന് കിട്ടി. നമുക്ക് ആകെ ഈ 1.52നും 2.01നും ഇടയിലുള്ള ഏരിയ മതി. അത് കിട്ടാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 0.4778 നിന്ന് എന്ത് കുറയ്ക്കുക, 0.4357 കുറയ്ക്കുക. 0.478 നിന്ന് 0.4357 കുറയ്ക്കുമ്പോൾ എത്ര വരിക, 1 2 4 0 0.0421 എന്ന് കിട്ടും. അതായത് ഈ സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.0421 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, പി ഓഫ് -1.52 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ -0.75 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കർവ് വരയ്ക്കുക. അതാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരച്ചു. മാക്സിമം പോയിന്റിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഇതാണ് 0. ഇവിടെ എത്രയാണ്, -1.52 ആണ്. -1.52 എന്ന് പറയുമ്പോൾ മൈനസ് വരുമ്പോൾ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക. അപ്പം മൈനസ് ഇവിടെ 0, -1 -2 -3 അങ്ങനെയാണ് പോവുക. അപ്പം -1 എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ ഇവിടെയാവും വരിക. അപ്പോൾ ഇത് -1.52, ഇത് -1.52. അടുത്തത് -0.75 ആണ്. -0.75 എന്ന് പറയുമ്പോൾ അതിലും ഇവിടെയാണ് വരിക, 0ക്ക് അടുത്തായിട്ടാണ് വരിക. -0.75 -0.75 ഇവിടെയാണ് വരിക. നമ്മളോട് പറഞ്ഞേക്കുന്ന സെഡ് എന്ന് പറയുന്നത് -0.75നും -1.52നും ഇടയിലാണെന്ന് പറയുമ്പോൾ ഈ ഏരിയയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നോക്കുക, 0 തൊട്ട് -0.75 വരെയുള്ള ഏരിയ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. 0 തൊട്ട് -1.5 വരെയുള്ള ഇത്രയും ഏരിയയും ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടേണ്ടത് -0.75 തൊട്ട് -1.52 വരെയുള്ള ഈ ഒരു ഏരിയ മാത്രം കിട്ടിയാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി, ആ ടേബിൾ വാല്യൂസ് തമ്മിൽ ലെസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം -0.75ൻ്റെ വാല്യൂ നോക്കുക. -0.7 എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെന്നുണ്ടെങ്കിലും ടേബിൾ വാല്യൂ സെയിം ആണ് വരിക. അതായത് ഇവിടെ -0.75 കിട്ടുന്ന അതേ ടേബിൾ വാല്യൂ തന്നെയായിരിക്കും 0.75നും കിട്ടുക. ഇനി -1.52ൻ്റെ ടേബിൾ വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കും
+1.52 ടേബിൾ വാല്യൂ. അപ്പോൾ -ഉം പ്ലസ്സും ആണെന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ടേബിൾ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ -0.75 വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ 0.75 0.7 നമ്മൾ എന്ത് ചെയ്തു, സെഡിന് താഴെ നിന്ന് എടുത്തു. 0.7 5 നമ്മൾ ഇവിടുന്ന് എടുത്തു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.2734 -0.75 നേരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.2734. ഇനി നമുക്ക് -1.52 നേരെയുള്ള വാല്യൂ കിട്ടണം. -1.52 എന്ന് പറയുമ്പോൾ 1.5 നമ്മൾ സെഡിന് താഴെ നോക്കുക, 2 നമ്മൾ ഈ കോളത്തിൽ നോക്കുക. ഇതിൻ്റെ താഴെ വരുമ്പോൾ 1.52 -1.52ൻ്റെ വാല്യൂ 0.4357 ആണ്. 0.4357. അപ്പോൾ ഈ 0 തൊട്ട് -0.75 വരെയുള്ള ഏരിയ 0.2734 ആണ്. ഈ 0 തൊട്ട് -1.52 വരെയുള്ള ഏരിയ 0.4357 ആണ്. നമുക്ക് ആകെ വേണ്ടത് -0.75 തൊട്ട് -1.5 വരെയുള്ള ഏരിയ മാത്രം മതി. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, 0.4357 നിന്ന് 0.2734 ലെസ് ചെയ്താൽ മതി. ഇത് ലെസ് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരിക, 3, 2, 6, 1. 0.1623 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ -1.78 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 1.78. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെഡിൻ്റെ വാല്യൂ -1.78നും +1.78നും ഇടയിലാണ്. ആദ്യം നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരച്ചു, മാക്സിമത്തിൽ നിന്ന് താഴോട്ട് വരച്ചു, 0 കൊടുത്തു. -1.78 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെയാണ് വരിക, -1.78. അടുത്തത് +1.78 ആണ്, അത് ഇവിടെ ആയിരിക്കും വരിക, +1.78. ഇനി നമ്മളോട് പറയുന്നത് സെഡ് ഇതിന് രണ്ടിനും ഇടയിലാണെന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെഡ് -1.78നും +1.78നും ഇടയിലാണെന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് അറിയേണ്ടത് 1.78ൻ്റെ ടേബിൾ വാല്യൂ ആണ്. ഞാൻ പറഞ്ഞു -1.78 ആണെങ്കിലും +1.78 ആണെങ്കിലും ടേബിൾ വാല്യൂ സെയിം ആയിരിക്കും. ടേബിൾ വാല്യൂ നോക്കുക, 1.7 ഇവിടെയാണ്, 8 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 8ന് താഴെ 1.7ൻ്റെ നേരെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 4625 ആണ്. 0.4625 ആണ്. അതായത് -1.78ൻ്റെ വാല്യൂ 0.4625 ആണ്. 1.78ൻ്റെ ടേബിൾ വാല്യൂ 0.4625 ആണ്. അതായത് 0 തൊട്ട് ഇവിടെ വരെ 0.4625, ഈ 0 തൊട്ട് ഇവിടെ വരെ 0.4625. അപ്പോൾ ഈ മൈനസ് തൊട്ട് ഈ പ്ലസ് വരെയുള്ള മൊത്തം ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് തമ്മിൽ കൂട്ടിയാൽ മതി. -0.4625 പ്ലസ് -0.4625 പ്ലസ് 0.4625 രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഇവിടെ എന്തുകൊണ്ടാണ് ആഡ് ചെയ്തത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൊത്തം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 0 തൊട്ട് -1.78 വരെ 0.4625, ഈ 0 തൊട്ട് +1.78 വരെയും 0.4625. അപ്പോൾ ഇത് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ആഡ് ആണ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.925 ആണ് ആൻസർ ആയിട്ട് വരിക. ഇപ്പോൾ 0 തൊട്ട് -1.78 വരെയുള്ള വാല്യൂ 0.4625 ആണ്. 0 തൊട്ട് +1.78 വരെയുള്ള വാല്യൂ എന്ന് പറയുന്നതും 0.4625 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1.78 തൊട്ട് +1.78 വരെയുള്ള ഈ ഏരിയയാണ് സെഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 0 തൊട്ട് ഇവിടം വരെയും 0 തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ മൊത്തം ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് 0.4625 0.4625 കൂടെ ആഡ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.925 0.925. അപ്പോൾ 0.925 ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ കർവിൽ ഈ ഒരു സെഡിൻ്റെ വാല്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരയ്ക്കുക. സെഡിൻ്റെ വാല്യൂ ഏതൊക്കെ രണ്ട് വാല്യൂസിൻ്റെ ഇടയിലാണെന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ആഡാണ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് ചെയ്യുക, ലെസ്സാണ് ചെയ്യേണ്ടതെങ്കിൽ ലെസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ചെയ്തപ്പോൾ പ്രോബ്ലം തോന്നിയിട്ടുണ്ടാവുക മൈനസ് ആണോ ചെയ്യേണ്ടത് പ്ലസ് ആണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക എന്നാവും. അപ്പോൾ അതൊന്ന് നോക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 1.52നും 2.01നും ഇടയിലാണ്. അതായത് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് സംഖ്യകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടി വരിക മൈനസ് ആയിരിക്കും. അതായത് രണ്ടിൻ്റെയും ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ മൈനസ് ചെയ്താലായിരിക്കും സെഡിൻ്റെ വാല്യൂ കിട്ടുക. രണ്ടും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആയിരിക്കും ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ്. രണ്ടും നെഗറ്റീവ് സംഖ്യകളായപ്പോഴും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരേ ചിഹ്നമുള്ള രണ്ട് സംഖ്യകളാണെങ്കിൽ, അതായത് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് സംഖ്യകളാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി അതല്ല ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് മാറ്റം വരിക. അതായത് ഇവിടെ ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ പ്ലസ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ് എന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടാൻ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഒരു സംഖ്യ മൈനസും ഒരു സംഖ്യ പ്ലസ്സും ആണെങ്കിൽ, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ് സംഖ്യകൾ വരുന്നതെങ്കിൽ ആൻസർ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ആഡാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.